ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇക്കണോമിക്സിൽ ഒന്നാമത്തെ ഭാഗമായ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗത്തിൽ 2026 പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജും ആ ചാപ്റ്റേഴ്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവ എത്രയൊക്കെ മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സോ +1 എക്കണോമിക്സിലെ പാർട്ട് 1 ആയ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിന് 40 മാർക്കാണുള്ളത്. 80 മാർക്കാണ് ടോട്ടൽ എക്സാമിനേഷൻ ഉണ്ടാവുക. അതിൽ 40 മാർക്ക് ഒന്നാമത്തെ ഭാഗത്തിനും 40 മാർക്ക് രണ്ടാമത്തെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിനുമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 1 ആയി ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും ആ ചാപ്റ്റേഴ്സിന് 2026 പബ്ലിക് എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അവ എത്രയൊക്കെ മാർക്കിന് ചോദിക്കാമെന്നതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് 3 മാർക്കാണ്. സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര് ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. ആൻഡ് തേർഡ് യൂണിറ്റിൻ്റെ പേര് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. പക്ഷേ എസ് എ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു യൂണിറ്റാണ് കേട്ടോ ഈ ഒരു യൂണിറ്റ്, തേർഡ് യൂണിറ്റ്. 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു യൂണിറ്റാണ് ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് പോവർട്ടി. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 4 മാർക്കാണ്. ദെൻ സിക്സ്ത് ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 5 മാർക്കാണ്. പിന്നെ 7th ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂ. 3 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ദെൻ 8th ചാപ്റ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. 6 മാർക്കാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു ചാപ്റ്ററാണ് കമ്പാരറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്കാണ്. സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് മൂന്നാമത്തെ ചാപ്റ്ററായ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റും, അതുപോലെ പോവർട്ടി എന്ന് പറയുന്ന യൂണിറ്റും, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും, ഇപ്പോൾ ഈ 9 ചാപ്റ്റേഴ്സിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 3 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യന് സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 2 പ്രത്യേകതകളെപ്പറ്റി 2 മാർക്കിന് നമുക്ക് എക്സാമിന് ചോദിക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരിയഡ്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ജനസംഖ്യാ സ്ഥിതിയെ പറ്റിയിട്ട്, മോർട്ടാലിറ്റി റേറ്റ്, ഡെത്ത് റേറ്റ്, പിന്നെ ബർത്ത് റേറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് 2 മാർക്കിന് എക്സാമിന് ചോദിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, 2 or 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയെ പറ്റിയിട്ട് 2 മാർക്കിന് ചോദിക്കാം. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ പറ്റിയിട്ട് ഒരു 2 മാർക്കിന് വരെ, 2 തൊട്ട് 3 മാർക്കിനൊക്കെ വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കവറപ്പ് ചെയ്യേണ്ടത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്കൊരു 80% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റ് നോക്കിയേ. വാട്ട് ഈസ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇന്ത്യൻ എക്കോണമി 1950 to 1990 എന്നാണ്. 4 മാർക്കാണ് ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ്. ഈ ഒരു യൂണിറ്റിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഇക്കണോമിക് പ്ലാനിങ്. എന്താണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി ഇൻ കണക്ഷൻ വിത്ത് 5-year പ്ലാനിങ്, പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെപ്പറ്റി 4 മാർക്കിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ പിന്നീട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിനെ പറ്റി ഒരു 4 മാർക്കിന് എക്സാമിന് ചോദിക്കാം. ദെൻ അതുപോലെ പിന്നീട് 4 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956, 1956 വ്യവസായിക നയപ്രമേയത്തിനെ പറ്റി 4 മാർക്കിന് ചോദിക്കാം. ദെൻ പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കാരം 1950-90 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കാരങ്ങളെ പറ്റി ഒരു 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഈ 4 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഇനി നമുക്ക് 3-ാമത്തെ യൂണിറ്റ് നോക്കാം. 3-ാമത്തെ യൂണിറ്റിൻ്റെ പേര് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആണ് യൂണിറ്റിൻ്റെ പേര്. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് നമ്മൾ പറഞ്ഞു 6 മാർക്കാണ്. ഈ ഒരു യൂണിറ്റിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഔട്ട്സോഴ്സിങ്. എന്താണ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ, BPO, ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് 2 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, എന്താണ് ആഗോളവൽക്കരണം, അത് മാത്രം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ വാട്ട് ഈസ് ലിബറലൈസേഷൻ, എന്താണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമാത്രം 2 മാർക്കിന് ചോദിക്കാം. പിന്നെ വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ, എന്താണ് സ്വകാര്യവൽക്കരണം, അതുമാത്രം 2 മാർക്കിന് ചോദിക്കാം. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൽ 6 മാർക്കിന് വരെ ചോദിക്കാം എക്സ്പ്ലെയിൻ ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് 1991, 1991 ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിനെ പറ്റി. അപ്പോൾ അതിലെല്ലാം വരും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങളെപ്പറ്റി ഒക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് റിഫോംസ്, അതിനെപ്പറ്റിയൊക്കെ നമുക്കിതിൽ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ഒരു 4 മാർക്കല്ല, 4 തൊട്ട് 6 മാർക്ക് വരെ ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയെ പറ്റിയിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് 4th യൂണിറ്റ് നോക്കാം. യൂണിറ്റിൻ്റെ പേര് പോവർട്ടി എന്നാണ്. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഈ ഒരു യൂണിറ്റിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് റീസൺ ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് 2 മാർക്കിന് ചോദിക്കാം. ദെൻ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് 4 മാർക്ക്, 2 തൊട്ട് 4 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി 4 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള, അപ് ടു 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ പോവർട്ടി എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ ദരിദ്രരെ തിട്ടപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ രീതികൾ ഏതൊക്കെയാണ്, മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് 4 മാർക്കിന് ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, പരിപാടികൾ ഏതൊക്കെയാണെന്ന് 6 മാർക്കിന് വരെ ക്വസ്റ്റ്യന് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് എസ് എ ക്വസ്റ്റ്യനായിട്ട് 8 മാർക്കിന് വരെ ചോദിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും വലിയൊരു ടോപ്പിക്കാണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ പറ്റിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5th യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. 4 മാർക്കാണ് ഈ യൂണിറ്റിൻ്റെ വെയിറ്റേജ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ് മനുഷ്യ വിഭവം ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യ മൂലധന സ്വരൂപണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. ദെൻ പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്യൂഷ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും, മനുഷ്യ മൂലധനവും മനുഷ്യ വികസനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് 2 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വികസനത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്കെന്താണെന്ന് കമൻ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു കമൻറ്റ് എഴുതാനായിട്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാനായിട്ട് നമുക്ക് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെൽത്ത് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മനുഷ്യ മൂലധന രൂപീകരണത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ, സാമ്പത്തിക വികസനത്തിലൊക്കെ ആരോഗ്യ മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെപ്പറ്റി ഒരു 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 5 മാർക്കാണ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ഗ്രാമീണ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു 2 മാർക്കിന് വരെ ചോദിക്കാം. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഫ്ലഡ് ഓർ വൈറ്റ് റെവല്യൂഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ വൈറ്റ് റെവല്യൂഷനെ പറ്റിയിട്ട് എഴുതാനായിട്ട് ഒരു 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു പോവാം. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 7th യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ചെറിയ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വളരെ കുറവാണ്. 3 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഉള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു 2 മാർക്കിന് വരെ ചോദിക്കാം. അതുപോലെ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉള്ള വിവിധ തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു 3 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കാം. അതുപോലെ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ അൺഎംപ്ലോയ്മെൻറ്റിന്, തൊഴിലില്ലായ്മയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു 3 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, തൊഴിൽ മേഖലയിലെ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 3 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഈ 3 മാർക്കിനുള്ള 3 ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഈ ഒരു യൂണിറ്റിന് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊരു 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി. പ്രകൃതിയുടെ ക്യാരിയിങ് കപ്പാസിറ്റിയും അബ്സോർപ്ഷൻ കപ്പാസിറ്റിയെ പറ്റിയിട്ട് ഒരു 4 മാർക്കിന് വരെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ലാൻഡ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ പോലുള്ള ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു 4 മാർക്ക് വരെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഈ 4 മാർക്കിന് ചോദിക്കുന്ന ഈ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് 4ഉം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന 1ാമത്തെ പാർട്ടിലെ ലാസ്റ്റ് യൂണിറ്റ്, കമ്പാരറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്.
3 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. വളരെ ഏറ്റവും ചെറിയ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന് സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കമ്പയർ ദ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ വിത്ത് റെഫറൻസ് ടു GDP, ഗ്രോത്ത് റേറ്റ്, ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എക്സെട്ര. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈന, പാകിസ്ഥാൻ എന്നിവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, താരതമ്യം ചെയ്തിട്ട് പഠനം നടത്താനായിട്ട് ഒരു 3 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാം. ഈ ചാപ്റ്ററിന് നിരന്തരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, +1 എക്കണോമിക്സിലെ ഒന്നാമത്തെ ഭാഗമായ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ എല്ലാ യൂണിറ്റിൻ്റെ വെയിറ്റേജും, ആ യൂണിറ്റിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവ എത്രയൊക്കെ മാർക്കിന് ചോദിക്കും എന്നൊന്ന് ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.